ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണല്ലേ, ഒരുപാട് വെള്ളം കുടിക്കണം, വെള്ളം കുടിച്ചില്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ വരും. എന്നാൽ കൂടുതലായിട്ട് വെള്ളം കുടിച്ചാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് വെള്ളം കുടിച്ചാലുള്ള ഗുണങ്ങളെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ പറയാം, നമ്മുടെ ദഹനത്തിന് വളരെ നല്ലതാണ് വെള്ളം കുടിക്കുന്നത്. പ്രധാനമായിട്ടും വിറ്റാമിൻസിന്റെ മിനറൽസിന്റെ ഒക്കെ അബ്സോർപ്ഷന് വെള്ളം വളരെയേറെ സഹായിക്കുന്നുണ്ട്. രണ്ടാമതായി, കോൺസ്റ്റിപ്പേഷൻ തടയാൻ വേണ്ടി നമ്മളെ വളരെയേറെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രാവിലെ എണീറ്റ് ഉടനെ തന്നെ 1-2 ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് പറയുന്നത്. മൂന്നാമതായിട്ടുള്ളത് ഡീടോക്സിഫിക്കേഷൻ ആണ്. ശരിക്കും നമ്മുടെ ശരീരത്തിൽ വെള്ളം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ഡീടോക്സിഫിക്കേഷൻ. നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത എല്ലാ തരത്തിലുള്ള ടോക്സിൻ തന്നെ ഈ വെള്ളമാണ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയുന്നത്. നമ്മുടെ ശരീരത്തേക്ക് കടന്നുകൂടപ്പെടുന്ന വൈറസ്, ബാക്ടീരിയ, മെഡിസിൻ്റെ ടോക്സിൻ ഇതൊക്കെ പുറന്തള്ളാൻ വേണ്ടി വെള്ളം നമ്മളെ വളരെയേറെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 60% ജലമാണ്. അത് കുട്ടികളിലാണെങ്കിൽ ഏതാണ്ട് 80% ജലം കാണും. അതുകൊണ്ട് തന്നെ സ്കിൻ വളരെ ഹെൽത്തി ആയിട്ടും ഗ്ലോ ആയിട്ടും വെക്കാൻ ഈ വെള്ളം വളരെയേറെ സഹായിക്കുന്നുണ്ട്. അടുത്തതായി, വെയിറ്റ് ലോസിന് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രാവിലെ എണീറ്റ് ഒരു 2 മണിക്കൂറിനുള്ളിൽ ഒരു 3 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ താരതമ്യേന വെയിറ്റ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായിട്ട്, ജോയിന്റ് ഹെൽത്തിനെ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രായമൊക്കെ കൂടുന്നതനുസരിച്ചിട്ട് ഓസ്റ്റിയോപൊറോസിസ് എന്നുള്ളൊരു കണ്ടീഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ സമയത്ത് വെള്ളം നമ്മളെ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ മൊത്തത്തിൽ നമ്മൾ നല്ല എനർജറ്റിക് ആയിരിക്കും, നല്ല ഉന്മേഷമായിരിക്കും. വെള്ളം കുടിക്കാതിരുന്നാൽ നമുക്ക് തന്നെ അറിയാം, കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായ തലവേദന നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് വെള്ളം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. അപ്പോൾ ഇത്രയും ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഈ പറഞ്ഞ വെള്ളം ഓവറായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. ഓവറായിട്ട് ഒരിക്കലും വെള്ളം കുടിക്കാൻ പാടില്ല. ഒരു ദിവസം ഓക്കെ, 2 ദിവസം ഓക്കെ, 3 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഓവറായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അപസ്മാരം ഉണ്ടാവുന്നതായിട്ട് കാണാം. പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്? ഇതിന്റെ കാരണം എന്ന് പറയുന്നത് സോഡിയത്തിന്റെ അളവ് കുറയുന്നതാണ്. അതായത് ഹൈപ്പോനട്രീമിയ എന്നുള്ള കണ്ടീഷനാണ്. സോഡിയം കുറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളം എക്സസീവായിട്ട് യൂറിനിലൂടെ പുറത്തു പോകുന്നതല്ല. സോഡിയം കുറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ചെല്ലുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഡൈലൂഷനിലേക്ക് മാറും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് വെള്ളം എടുത്തു. ആ പാത്രത്തിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുകയാണ്. ഈ സമയത്ത് എന്താണ് ഉണ്ടാകുന്നത്? ഉപ്പിന്റെ അളവ് കുറയുന്നില്ല, പക്ഷേ ഡൈല്യൂഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. ഇതേ പ്രക്രിയ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അതിശക്തമായിട്ടുള്ള തലവേദന, ഛർദി, ഓർക്കാനം, അപസ്മാരം, ലാസ്റ്റ് കോമ സ്റ്റേജിലെത്തി സിവിയർ കണ്ടീഷൻ ആകുമ്പോഴേക്കും മരണപ്പെടുകയാണ് ചെയ്യുന്നത്. വളരെ റീസെൻ്റ് ആയിട്ട് തന്നെ ഇത് സംബന്ധിച്ച് നമ്മളൊരു ന്യൂസ് കേട്ടായിരുന്നു. ഒരു സ്ത്രീ വിദേശത്താണ് താമസിക്കുന്നത്. അവർ 20 മിനിറ്റ് കൊണ്ട് 1 മുതൽ 2 ലിറ്റർ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ കുടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കോമ സ്റ്റേജിലായി ലാസ്റ്റ് മരണപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് അമിതമായിട്ട് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും സംശയം തുടങ്ങിയിട്ടുണ്ടാവും, അപ്പോൾ എത്ര വെള്ളം കുടിക്കണം? നമ്മൾ കറക്റ്റ് അളവിന് തന്നെയാണോ വെള്ളം കുടിക്കുന്നതെന്ന് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു വഴിയുണ്ട്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ ഒരു ദിവസം അധികം നമുക്ക് വെള്ളമൊന്നും കുടിക്കാൻ പറ്റിയില്ല. നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ നമ്മുടെ യൂറിൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, വളരെ ഡാർക്ക് യെല്ലോ കളറിലാണ് കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ ബോഡി തരുന്നൊരു സൈനാണ്. അതായത് കൃത്യമായിട്ടുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ ഇല്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിൽ ഡാർക്ക് യെല്ലോ കളറിൽ യൂറിൻ കാണപ്പെടുന്നത്. ശരിക്കും ഒരു ഹെൽത്തി ബോഡിയിലെ യൂറിൻ്റെ കളർ എന്ന് പറയുന്നത് ലൈറ്റ് യെല്ലോ കളറാണ്. അപ്പോൾ ഈ ലൈറ്റ് യെല്ലോ കളറിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മുടെ ബോഡിയിൽ വാട്ടറിൻ്റെ കുറവൊന്നുമില്ല, ആവശ്യത്തിന് വെള്ളമുണ്ട്, ഇതിനെക്കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് വൈറ്റ് കളറിൽ യൂറിൻ പോകാറുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരത്തിൽ എക്സസീവായിട്ടുള്ള വെള്ളമുള്ളപ്പോഴാണ് വൈറ്റ് കളറിൽ യൂറിൻ പോകുന്നത്. ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡാർക്ക് യെല്ലോ കളറിൽ കണ്ടാൽ അതിൻ്റെ അർത്ഥം തീരെ വെള്ളം കുടിക്കുന്നില്ല എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, UTI ഉണ്ടാവാം, യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാം. അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെയാണ്. സോ ആ ഒരു കണ്ടീഷനിലേക്ക് പോവാതെ മാക്സിമം ശ്രദ്ധിക്കുക. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അളവിൽ വെള്ളം കൃത്യമായിട്ടും കുടിച്ചിരിക്കണം. എത്ര വെള്ളം കുടിക്കണം എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ടും പ്രായം, വെയിറ്റ്, അതുപോലെ തന്നെ ജെൻഡർ, ഹെൽത്ത് കണ്ടീഷൻ. ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുള്ള ആൾക്കാർക്ക് ഓവറായിട്ട് വെള്ളം കുടിക്കാൻ സാധിക്കില്ല. പിന്നീടുള്ളത് പ്രഗ്നന്റ് ലേഡീസ് ഉറപ്പായിട്ടും 2 മുതൽ 3 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. പിന്നെ ഓവറായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരും ധാരാളമായിട്ട് വെള്ളം കുടിച്ചിരിക്കണം. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഒറ്റയടിക്ക് ഒരു കാരണവശാലും വെള്ളം കുടിക്കരുത്. കുറേശ്ശെയായിട്ട് വെള്ളം കുടിക്കുക, അമിതമാക്കരുത്. ഒരു 1-2-3 മണിക്കൂർ ഇടവിട്ട് നമ്മളിങ്ങനെ വെള്ളം കുറേശ്ശെയായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒറ്റയടിക്ക് കുടിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കിഡ്നി ഫെയിലിയർ ആവത്തൊന്നുമില്ല, പക്ഷേ കിഡ്നിക്ക് അത് സ്ട്രെയിൻ ഉണ്ടാക്കുന്നുണ്ട്. കിഡ്നിക്ക് അങ്ങനെ സ്ട്രെയിൻ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്.
ഇനി ഏതൊക്കെ പ്രായത്തിൽ എത്രത്തോളം വെള്ളം കുടിക്കണം എന്നുള്ളത് ഞാനൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഒരു ആദ്യത്തെ 6 മാസം വരെ പ്രായമുള്ള ഒരു കുട്ടിക്ക് വെള്ളത്തിന്റെ ആവശ്യമേ ശരിക്കുമില്ല. കാരണം അവർ കുടിക്കുന്നത് അമ്മയുടെ പാലാണ്, അമ്മയുടെ പാലിൽ നിന്ന് വെള്ളം കിട്ടുന്നുണ്ട്, അതിന്റെ ആവശ്യമേ ഉള്ളൂ. 6 മുതൽ 12 മാസം വരെ പ്രായമുള്ള ഒരു കുട്ടിക്ക് പാലിനോടൊപ്പം തന്നെ 120 മുതൽ 240 ml ഫ്ലൂയിഡ് കിട്ടണം എന്നാണ് പറയുന്നത്. ഇനി 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടിക്ക് 1 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. 4 മുതൽ 8 വയസ്സ് വരെ പ്രായമുള്ള കുട്ടിക്ക് 1 മുതൽ 1.5 ലിറ്റർ വെള്ളം വരെ കുടിക്കാം. 9 മുതൽ 13 വയസ്സ് വരെ പ്രായമുള്ള കുട്ടിക്ക് 2 ലിറ്റർ വെള്ളം വരെയും കുടിക്കാം. 14 തൊട്ട് 18 വയസ്സ് വരെയാണെങ്കിൽ 2 മുതൽ 2.5 ലിറ്റർ വരെ കുടിക്കാം. ഇനി ഒരു 18 വയസ്സിന് ശേഷം നമ്മൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബോഡി വെയിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്നുള്ള രീതിയിൽ വേണം നമ്മൾ വെള്ളം കുടിക്കാൻ. എന്ന് വെച്ച് 100 കിലോ ഉള്ള ഒരാൾ 4 ലിറ്റർ വെള്ളം തന്നെ കുടിക്കണം എന്നല്ല പറയുന്നത്. നമ്മൾ ഏകദേശം അഡൽട്ട് ആയിട്ടുള്ള എല്ലാ മനുഷ്യരും തന്നെ 3 മുതൽ 3.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമയമെടുത്ത് മാത്രം വെള്ളം കുടിക്കുക. പിന്നെ ഇതിൽ നിന്നൊരു എക്സെപ്ഷണൽ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക്, വൃക്ക രോഗങ്ങൾ എന്തെങ്കിലും ഉള്ളവർ, പിന്നെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവർ, പിന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് കിഡ്നി റിലേറ്റഡ് പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. ഇവരൊക്കെ തന്നെ ഡോക്ടറിനോട് ചോദിച്ച് മാത്രം എത്ര അളവിൽ വെള്ളം കുടിക്കണം എന്ന് ചോദിച്ചിട്ട് മാത്രമേ കുടിക്കാവൂ. ഇവരൊക്കെ തന്നെ അമിതമായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് കിഡ്നിക്ക് ദോഷമാണ്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമിതമായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സോഡിയം ഡൈല്യൂഷൻ ഉണ്ടാവും, ഇലക്ട്രോലൈറ്റ് ഇൻബാലൻസ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം തുടങ്ങിയ ഒരുപാട് ലവണങ്ങൾ നമ്മുടെ ശരീരത്തുണ്ട്. ഇതിന് മൊത്തത്തിലൊരു ഇൻബാലൻസ് ഉണ്ടാവും. ഇത് നമ്മുടെ ബോഡിയെ പ്രതികൂലമായിട്ട് അഫക്റ്റ് ചെയ്യും. സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ മസ്തിഷ്കത്തിൽ എടിമയുണ്ടാവും, നീര് വെക്കും. അതുപോലെ തന്നെ നമ്മുടെ സെല്ലെല്ലാം വീർത്തിരിക്കും, സ്വള്ളനായിട്ടിരിക്കും. ഇങ്ങനെയാണ് മരണത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം കുടിക്കുക. ഓവറായിട്ട് ഒരു കാരണവശാലും വെള്ളം കുടിക്കരുത്. അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ. ഓവറായിട്ട് യാതൊരു കാരണവശാലും വെള്ളം കുടിക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.